ഇന്ന് രാവിലെ 9:30-ഓടെയാണ് ഇത്തരത്തിലൊരു പ്രകമ്പനം എന്നൊരു പ്രകമ്പനത്തിൻ്റെ ശബ്ദം കേട്ടത്. അതായത് അമ്പലവയൽ എടക്കൽ ഗുഹയോട് ചേർന്നുള്ള ഒരു സ്ഥലമാണ്. ടൂറിസം കേന്ദ്രമാണ് എടക്കൽ ഗുഹ. അപ്പോൾ അതിനോട് ചേർന്നുള്ള സ്ഥലത്താണ് ഇത്തരത്തിലൊരു പ്രകമ്പനം ഉണ്ടായിരിക്കുന്നത്. അത് ആദ്യ തരത്തിൽ ഒരു ഭൂമികുലുക്കം അല്ലെങ്കിൽ ഒരു ഭൂകമ്പം എന്നുള്ള രീതിയിലാണ് വാർത്ത പുറത്തു വന്നത്. അല്ല, അതിന് ഭയക്കേണ്ട ആവശ്യമില്ല. അത് ഈ ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിലുണ്ടാകുന്ന ചെറിയൊരു പ്രതിഭാസമാണെന്നാണ് ഒരു പ്രാഥമികമായ വിലയിരുത്തൽ വന്നിരിക്കുന്നത്. ഏതായാലും നമ്മളോടൊപ്പം ഈ പ്രദേശവാസിയായ ശ്രീജിത്ത് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എന്താണ് സംഭവിച്ചത്? ഇന്ന് രാവിലെ ഒരു 9-9:30 ആയി കഴിഞ്ഞപ്പോൾ ഒരു വലിയൊരു സൗണ്ട് കേട്ടു. സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മളത്ര കാര്യമാക്കില്ല. അപ്പോഴത്തേനും എല്ലാവരും ഫോൺ വിളി തുടങ്ങി. നമുക്ക് ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിലൊക്കെ വന്നു ഇവിടെ എന്തോ ഒരു വലിയ പൊട്ടൽ കേട്ടുവന്ന്. അങ്ങനെ ഗ്രൂപ്പിലൊക്കെ വന്ന് ഞങ്ങൾ മലേൻ്റെ പുറത്തൊക്കെ കയറി നോക്കി. അപ്പോഴാണ് നമ്മൾ ഈ സംഭവം അറിയുന്നത്. ഉരുൾ പൊട്ടിയതാണ്. അവിടെ ഒരു വീടിൻ്റെ ജർക്കിങ് വന്ന് വീടിൻ്റെ ചില്ലൊക്കെ പൊട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇറങ്ങി ഇവിടെ വന്ന ന്യൂസുകാരെല്ലാവരും വന്ന് അത് അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ശരിക്കും ഇത് ഭൂമി കുലുക്കമാണ്, അതിൻ്റെ ഒരു സൗണ്ടാണ് കേട്ടത് എന്ന്. അല്ല, ഇത് ഭൂമി കുലുക്കമല്ല എന്നാണ് പറയുന്നത്. ഭൂമി കുലുക്കത്തിൻ്റെ ഒരു ഇതാണെന്നാണ് ഇപ്പോൾ വന്ന എല്ലാവരും പറയുന്നത്. അതിൻ്റെ ഒരു സാധ്യത എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഭയത്തോടെയാണ് കഴിയുന്നത്. എല്ലാവരും ഭയത്തോടുകൂടി തന്നെയാണ് ഇവിടെ എല്ലാവരും. എന്ന് വെച്ചപ്പോൾ ഇവിടെ കുറേ പേര് ആവശ്യക്കാരോട് മാറി താമസിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കുറച്ച് വീട്ടുകാരോട്, ഈ മേലെ വശത്തുള്ള വീട്ടുകാരോട് കുറച്ച് മാറി താമസിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഈ ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിലുണ്ടായ എന്തെങ്കിലും ഇതായിരിക്കുമോ? ഉരുൾപൊട്ടലിൽ അത് ഏകദേശം അതേ സെയിം സാധനം തന്നെയാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഇപ്പം അതിനെക്കുറിച്ച് കറക്റ്റായിട്ടൊന്നും അറിയില്ല. അപ്പം ഇവരോടിപ്പം നിങ്ങളോടൊക്കെ മാറി താമസിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ കുറച്ച് പേരോട് വേണമെങ്കിൽ ആ സൈഡിൽ നിന്നൊക്കെ കുറേ പേര് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. 19 വശത്ത് കോളനിയിലൊക്കെ കുറേ പേരെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രതിഭാസം? ആദ്യമായിട്ടാണ്. ഇതിന് മുന്നേ 2019 ഇതിൻ്റെ മേലൊരു മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. 2019 അത് കുറച്ച് ദൂരം 1 കിലോമീറ്ററൊക്കെ മണ്ണിടിച്ച് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. എടക്കൽ ഗുഹേൻ്റെ അടുത്ത് തന്നെ. ഈ മലേൻ്റെ ബേക്ക് വശത്ത്, എടക്കൽ മലേൻ്റെ ബേക്ക് വശത്ത്. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും വേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഇവിടെ ഇങ്ങനെ കോറിയില്ല. ഇവിടെ ഒരുപാട് ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ അടുത്തായിട്ട് ഒരുപാട് ബിൽഡിങ് ഈ മരങ്ങളുടെ പൊക്കത്തേക്ക് വരുന്നുണ്ട്. ഈ കാണുന്ന മരങ്ങളൊക്കെ അവിടെ നിന്ന് മുറിച്ചതാണ്. 10-200 കുറ്റി മരമൊക്കെ മുറിക്കും. ഈ മരം മുറിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് 2 കൊല്ലം കഴിയുമ്പോൾ മരത്തിൻ്റെ വേര് ചെയ്യുക, അതിൻ്റെ ഇടയിൽ കൂടെ വെള്ളം ഇറങ്ങും. അങ്ങനെയാണ് ഈ വെള്ളം ഇറങ്ങിയിട്ടാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. ഒരുപാട് മരം ഇവിടെ നിന്ന് മുറിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഇനിയിപ്പം എങ്ങനെ മാറി താമസിക്കുക, എങ്ങനെയാണ് എന്തെങ്കിലും? ഇനിയിപ്പോൾ വൈകുന്നേരത്തിനുള്ളിൽ എല്ലാവരും കൂടി ഇവിടെ ഞങ്ങളിപ്പോൾ ഒരു വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും കൂടി ആലോചിച്ചിട്ട് ഒന്നെങ്കിൽ ക്യാമ്പിലേക്ക് അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ മാറും. ഇവിടെയുള്ളവർക്ക് ഈ അപ്പുറത്തുണ്ടായ ഉരുൾപൊട്ടൽ ഇവിടെ ആരെങ്കിലും ബാധിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെ ബാധിച്ചിട്ടില്ല. പക്ഷേ അന്നൊക്കെ കുറേ പേരെല്ലാവരും മാറി താമസിച്ചു. സ്കൂളിൽ ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു.